വേണ്ടവര് വിശ്വസിച്ചാൽ മതി, അല്ലാത്തവര് വിട്ട് കളഞ്ഞേക്ക്. പിന്നെ നിനക്ക് ആ അമ്പലം ഓർമ്മയുണ്ടോ? ഇത് നമ്മൾ കോമ്പയ്ക്ക് പോകാൻ വേണ്ടി വന്നപ്പോ വഴിതെറ്റി കയറിയല്ലേ? വഴിതെറ്റി വന്ന അമ്പലം തന്നെയാണ്. അന്ന് നമ്മളിവിടെ റോഡിൽ വന്നപ്പോ ഒരു സ്വാമി നമ്മളോട് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. അന്ന് ആ സ്വാമി നമ്മളോട് പറഞ്ഞായിരുന്നു അകത്ത് കയറി തൊഴാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കൂട്ടത്തിൽ തന്നെ അകത്ത് ചെന്നപ്പോ സ്വാമി നമ്മളോട് മുഖത്തൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങൾ. അദ്ദേഹം നമ്മുടെ 1 രൂപ പോലും മേടിച്ചിട്ടില്ല, നമ്മളോട് കാര്യങ്ങളൊന്നും തിരക്കാതൊക്കെയാണ് ഇത് പറഞ്ഞത്. പക്ഷെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചോ ഉടായിപ്പായിരിക്കും, പൈസ മേടിക്കാനുള്ള തട്ടിപ്പാന്നൊക്കെ നമ്മൾ അങ്ങ് വീട്ടിൽ ആദ്യമേ കാണുന്ന ഒരാളാണ്, കേറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു താന്നോർത്ത് ഞാൻ അങ്ങ് വിട്ട് കളഞ്ഞു. അദ്ദേഹം പറഞ്ഞ കൂട്ടത്തിൽ ലാസ്റ്റ് ഞങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാണെങ്കിൽ എന്നെ വന്നൊന്ന് കണ്ടേക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംഭവിച്ചോ? അതുപോലെ തന്നെ ആ പുള്ളിക്കാരൻ പറഞ്ഞ എല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞു. അപ്പൊ ഞാനിപ്പോ അദ്ദേഹത്തെ കാണാൻ പിന്നെയും വന്നു. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് അദ്ദേഹം നമ്മളോടെല്ലാം സംസാരിച്ചു കഴിഞ്ഞു മരണപ്പെട്ടു പോയെന്ന്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ആ പുള്ളി ഒരു ദിവസം കണ്ടെന്ന് പറഞ്ഞാലും ഭയങ്കര ഒരു മാറ്റമാണ് കൊണ്ടുവന്നത്. അതേപടി തന്നെ അച്ചട്ടെന്ന് പറഞ്ഞ രീതി സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് അദ്ദേഹം മരിച്ചു പോയെന്ന് അറിയാൻ സാധിച്ചത്. പക്ഷെ ഒരു മനസ്സിലൊരു സങ്കടമുണ്ട്, നമ്മൾ ആദ്യമേ കണ്ട ഒരു വ്യക്തിയും കൂടെ ആയിരുന്നു, പിന്നെ കാണാൻ പറ്റിയില്ല. അപ്പൊ അതിങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കറിയത്തില്ല.